അതിവേഗ റെയിൽ പദ്ധതിയിൽ ഇ ശ്രീധരന്റെ നിർദ്ദേശത്തോട് എതിർപ്പില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിവേഗം പോകുന്ന ഒരു റെയിൽ പദ്ധതിയാണ് നാടിന് വേണ്ടത്. ഏതു പദ്ധതിയായാലും ജനങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലെന്നും മുഖ്യമന്ത്രി. റെയിലിന് അനുമതി തേടി കേന്ദ്രത്തെ സമീപിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും മുഖ്യമന്ത്രി. ടെക്നോക്രാറ്റായ ഇ ശ്രീധരൻ വരുന്നത് അദ്ദേഹം ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു. ആ പദ്ധതി പ്രകാരം മുന്നോട്ട് പോയാൽ കേന്ദ്ര ഗവൺമെന്റ് അനുമതി ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾക്ക് ഏത് പദ്ധതി ആയാലും പ്രശ്നമില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതി ആയാലും ഇനി മറ്റൊരു പേരിലുള്ള പദ്ധതി ആയാലും അതിവേഗം പോകുന്ന റെയിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം. ഇതേ ഞങ്ങളുടെ താല്പര്യമുള്ളൂ. സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമല്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പദ്ധതി വലിയ പാരിസ്ഥിതികാഘാതമുണ്ടാക്കും. സംസ്ഥാനത്തിന് താൽപര്യമുണ്ടെങ്കിൽ അതിവേഗ റെയിൽ പരിഗണിക്കാമെന്നും കേന്ദ്രമന്ത്രി. രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിനായിരുന്നു മറുപടി. Previous project, the Silver Line project, which was proposed by the state government, that project had huge environmental impacts, and that project I think that was not even feasible. But still, if the state government wants, then we can reconsider that. If the high-speed train, it all depends upon the state government, Honorable Chairman Sir. അപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമല്ല, സിൽവർ ലൈൻ പദ്ധതി നടപ്പാവില്ല എന്നുള്ളൊരു പൂർണ്ണ തീരുമാനം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്ന് വേണം കരുതാൻ. പദ്ധതി വലിയ പാരിസ്ഥിതികാഘാതം ഉണ്ടാകും. അപ്പോൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി കേന്ദ്രം തള്ളുകയാണ്. അതേസമയത്ത് തന്നെ സംസ്ഥാനത്തിന് താൽപര്യമുണ്ടെങ്കിൽ അതിവേഗ റെയിൽ പരിഗണിക്കാമെന്നും കേന്ദ്രമന്ത്രി പറയുന്നു. ഇ ശ്രീധരൻ അടക്കം മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പരിഗണിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി നൽകുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പൂർണ്ണമായി തള്ളുന്നു. അതേസമയം തന്നെ അതിവേഗ റെയിലിന് ഒരു സാധ്യതയുണ്ട് എന്നും പറയുന്നു കേന്ദ്രമന്ത്രി, അല്ലേ? ഭവ്യ, ഇന്ന് രാജ്യസഭയിൽ രണ്ട് അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യത്യസ്തമായ മറുപടികളാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയത്. ഹാരിസ് ബീരാൻ എം പി ഉന്നയിച്ച ചോദ്യത്തോട് ഈ സിൽവർ ലൈൻ പദ്ധതി പ്രായോഗികമല്ല എന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്നത്. പദ്ധതി വലിയ പരിസ്ഥിതി ആഘാതങ്ങൾ ഉണ്ടാക്കും. സംസ്ഥാനത്തിന് താല്പര്യമുണ്ടെങ്കിൽ അതിവേഗ റെയിൽ പരിഗണിക്കാമെന്നും മന്ത്രി മറുപടി പറഞ്ഞു. അതേസമയം ജോൺ ബ്രിട്ടാസ് എം പിയുടെ ചോദ്യത്തോട് ഈ സിൽവർ ലൈൻ പദ്ധതിയിൽ പന്ത് സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലാണ് എന്നും സംസ്ഥാനത്തിന് ആവശ്യമെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നടത്താമെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി. രണ്ട് അംഗങ്ങളും ഉന്നയിച്ച ഒരു ചോദ്യം എന്നുള്ളത് ഡോക്ടർ ഇ ശ്രീധരൻ മലപ്പുറത്ത് ഓഫീസ് തുറന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ അദ്ദേഹത്തോട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനോ കേന്ദ്ര റെയിൽവേ മന്ത്രാലയമോ നൽകിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. അക്കാര്യത്തിൽ എന്നാൽ വ്യക്തമായ ഒരു മറുപടി മന്ത്രി നൽകിയില്ല. ജോൺ ബ്രിട്ടാസ് എം പിയുടെ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് ഇ ശ്രീധരൻ ഇന്ത്യയിലെ തന്നെ റെയിൽവേ പദ്ധതികൾ ഒട്ടേറെ നടപ്പാക്കിയ ബഹുമാന്യനായ ഒരു വ്യക്തിയാണ് എന്നും അദ്ദേഹം അടക്കം ആർക്കും രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി മുന്നോട്ട് വരുന്നത് താൻ സ്വാഗതം ചെയ്യുമെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.